Welcome to Stutrend. നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും വളരെ ചെറുതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ടോർക്ക് ഓൺ എ ഡൈപോൾ. നമ്മളിപ്പോൾ +2 ഫിസിക്സിന്റെ ക്വിക്ക് വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷകളിൽ പലതവണ ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ് ടോർക്ക് ഓൺ എ ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക്കൽ ഫീൽഡ്. യൂണിഫോം ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ ഫീൽഡിലുള്ള ഒരു ടോർക്ക് എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഡയഗ്രാം വരയ്ക്കാം. സോ യൂണിഫോം ഇലക്ട്രിക്കൽ ഫീൽഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? പാരലൽ ആയിരിക്കും. അത് നിങ്ങൾക്ക് ബേസിക്കലി അറിയേണ്ട അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. യൂണിഫോം ഇലക്ട്രിക്കൽ ഫീൽഡിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? പാരലൽ ആയിരിക്കും ഉണ്ടാവുക. എല്ലാം ഈക്വൽ ഡിസ്റ്റൻസിൽ ഡിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. ഫൈൻ. ഇനി നമുക്ക് ഡൈപോൾ, നമ്മൾ യൂണിഫോം ഇലക്ട്രിക്കൽ ഫീൽഡിൽ ഒരു ഡൈപോൾ വെച്ചു എന്ന് കണക്കാക്കാം. ഒരു ഡൈപോൾ വെച്ചു, ഇതൊരു ഡൈപോൾ ആയിട്ട് കണക്കാക്കാം. സോ ഡൈപോൾ എങ്ങനെയാണ്? രണ്ട് ചാർജസ് ഉണ്ട്, +q -q. നമുക്ക് അറിയുന്ന കാര്യമാണ്. ഡൈപോൾ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് separated by a small distance 2a. അപ്പോൾ ഡിസ്റ്റൻസ് നമുക്ക് എത്രയായിട്ട് എടുക്കാം? 2a എന്ന് പറയുന്ന സ്മോൾ ഡിസ്റ്റൻസിൽ രണ്ട് ചാർജസിനെ സെപ്പറേറ്റ് ചെയ്ത ഒരു കോമ്പിനേഷനാണ് ഡൈപോൾ എന്നറിയാം. സോ +q -q, രണ്ട് ചാർജസ്, ഡിസ്റ്റൻസ് 2a. ഇതാണ് ഒരു ഡൈപോൾ. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക്കൽ ഫീൽഡിൽ, യൂണിഫോം ഇലക്ട്രിക്കൽ ഫീൽഡ് ഈ ആണ്. യൂണിഫോം ഇലക്ട്രിക്കൽ ഫീൽഡിൽ നമ്മളൊരു ഡൈപോൾ വെച്ചിരിക്കുകയാണ്. ഫൈൻ. ഇനി നമ്മൾ ഇതിനെ ജസ്റ്റ് ഒരു ട്രയാങ്കിൾ പോലെ ഞാൻ ഒന്ന് എടുക്കുകയാണ് കേട്ടോ. സോ ഇത് മാത്രം ഇമ്പോർട്ടൻ്റ് ആയി നോക്കുക. ഈ ട്രയാങ്കിൾ മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നോക്കുക. ഈ ട്രയാങ്കിൾ പോലെ ഇതാണ് ഡൈപോള്, പക്ഷെ അതിനൊന്ന് ക്ലോസ്ഡ് അറേഞ്ച്മെന്റിലാണ് ഞാൻ ഈ ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത്. ഫൈൻ. സോ ഞാൻ രണ്ട് സൈഡുമുള്ള ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്ന ഈ ഡൈപോളിന്റെ രണ്ട് സൈഡിലുള്ള ഫോഴ്സിനെയാണ് ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. രണ്ട് സൈഡിലുള്ള ഫോഴ്സ്, ഈ സൈഡ് QE ആണ്. അപ്പൊ ആ സൈഡും QE തന്നെയാണ്, പക്ഷെ മൈനസ് ചാർജ് ഉള്ളതാണ്. ഫൈൻ. അപ്പൊ ഇവിടെയുള്ള ഫോഴ്സ് എന്താണ്? +QE. ഇവിടെ -QE ആയിട്ട് എടുക്കാം. ഫൈൻ. സോ അത് നമുക്ക് ഇമ്പോർട്ടൻസ് അല്ല, ഏതെങ്കിലും ഒന്നാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. സോ +QE നമ്മൾ കൺസിഡർ ചെയ്യാം. ഇവിടെയുള്ള ഫോഴ്സ് ആണ് +QE. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് വരച്ചത്? ഒരു യൂണിഫോം ഇലക്ട്രിക്കൽ ഫീൽഡ് വരച്ചു, ഒരു ഡൈപോൾ വരച്ചു. ഡൈപോൾ രണ്ട് ചാർജ് ഉണ്ട്, +q -q. രണ്ട് ചാർജ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a. ഈ ചാർജ് മൂലം ഉണ്ടാവുന്ന ഈ സൈഡിലോട്ടുള്ള ഫോഴ്സ് QE ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തു. ഫൈൻ. അപ്പൊ ഈ പോയിന്റ് ട്രയാങ്കിൾ പോലെ കൺസിഡർ ചെയ്ത കാരണം ഈ പോയിന്റ് N ആയിട്ട് എടുത്തു. ക്ലിയർ. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ ഞാൻ വേണം വീണ്ടും ഒന്ന് റീഡ്രോ ചെയ്ത് കാണിച്ചു തരാം എന്താ അവിടെ കാര്യം. കാരണം കുറേ ലൈനുകളാണ്, ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. സോ ഇതാണ് +q, ഇതാണ് -q, ഇതാണ് N, ഇതാണ് 2e. ഫൈൻ. അതിന് ഒന്നുകൂടി ഞാൻ റീഡ്രോ ചെയ്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ക്ലിയർ. ഇപ്പൊ ക്ലിയർ അല്ലേ? ഫൈൻ. ഈ ആംഗിൾ വേണമെങ്കിൽ നമുക്ക് θ ആയിട്ട് എടുക്കാം കേട്ടോ. ഈ ആംഗിൾ θ ആയിട്ട് എടുക്കാം. ഇവിടെ നിന്നുള്ള ഫോഴ്സ് ആണ് QE ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഫോഴ്സ് ആണ് QE ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടോർക്ക്. എന്താണ് ടോർക്ക്? ടോർക്ക് എന്ന് വെച്ചാൽ എന്താണ്? ടോർക്ക് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ റൊട്ടേഷണൽ അനലോഗിനെയാണ് നമ്മൾ എന്ത് പറയുക? ടോർക്ക് എന്ന് പറയുക. സോ ടോർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ സിമ്പിൾ ആണ്. ടോർക്കിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ആദ്യം ഇങ്ങനെയാണ് ടോർക്കിനെ റെപ്രസെന്റ് ചെയ്യുക. ടോ എന്നൊക്കെയാണ് പറയാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പ്രൊണൗൺസ് ചെയ്യാം. ഞാൻ ടോ എന്നാ പറയാം. അപ്പൊ ടോ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതാണ് ഇക്വേഷൻ. ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതുകൊണ്ട് ഞാൻ പെർപെൻഡിക്കുലർ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ടോർക്ക് എന്ന് പറയുന്നത്. ഫൈൻ. ഇത് ക്ലിയർ അല്ലേ? സോ ഇവിടെയുള്ള ഫോഴ്സ് ഏതാണ്? ഞാൻ പറഞ്ഞു ഇവിടെയുള്ള ഫോഴ്സ് ഏതാണ്? QE ആണ്. Q എന്ന് വെച്ചാൽ ചാർജ്, E എന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈഡ് ഇലക്ട്രിക്കൽ ഫീൽഡ്. അപ്പൊ ഇവിടെയുള്ള ഫോഴ്സ് ഏതാണ്? QE ആണ് ഫോഴ്സ്. ഫോഴ്സിന് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? QE എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. QE is the force into പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണ്? നെയിം ചെയ്തിട്ടില്ല, ഞാൻ നെയിം ചെയ്യാം. ഇത് A B ആണെന്ന് വെച്ചോ. അപ്പൊ എന്താണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്? BN അല്ലേ? B to N. ഇതല്ലേ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്? ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ BN ആണ് നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ QE into BN. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? BN കണ്ടുപിടിക്കണം. BN കണ്ടുപിടിക്കണം വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം ഇതൊരു ട്രയാങ്കിൾ പോലെ കൺസിഡർ ചെയ്തില്ലേ. സോ BN എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് A, ഇത് B അല്ലേ? BN എന്ന് വെച്ചാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ആണ്. സോ sin θ ഈക്വൽ ടു BN ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? sin θ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് BN ആണ്, ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? 2a അല്ലേ? BN ഡിവൈഡഡ് ബൈ 2a. therefore BN ഈക്വൽ ടു 2a sin θ.
bn equal to 2a sin theta. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇത് അറിഞ്ഞാൽ മാത്രം നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. bn നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2a sin theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെ വന്നെന്ന് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ട്രയാങ്കിൾ പോലെ കൺസിഡർ ചെയ്യാം. bn എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ആണ്. സോ sin theta ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് bn ആണ്. സോ bn ബൈ ഹൈപ്പോട്ടന്യൂസ് 2a ആണ്. ദാറ്റ് മീൻസ് ലെങ്ത് ഓഫ് ദ ഡൈപോൾ ആണ് 2a. therefore bn അവിടെ തന്നെ നിർത്തുക. നമുക്ക് എന്താ കണ്ടുപിടിക്കുന്ന സാധനത്തിന് അവിടെ തന്നെ നിർത്തുക. ബാക്കിയുള്ളതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുക. bn ഈക്വൽ ടു 2a sin theta എന്ന് വന്നു. bn നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore qe into 2a sin theta എന്ന് വന്നു. ടോർക്ക് ഈക്വൽ ടു qe into 2a sin theta എന്ന് വന്നു. ഇത് ഞാൻ മായ്ച്ചോട്ടെ, കാരണം കുറച്ചുകൂടി സ്പേസ് നമുക്ക് ആവശ്യമുണ്ട്. സോ ഇത് ഞാൻ മായ്ക്കുകയാണ്. സോ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ് ഡൈപോൾ മൊമെന്റ് p ഈക്വൽ ടു 2aq. ഡൈപോൾ മൊമെന്റ് നമ്മൾ പഠിച്ചു. ഡൈപോൾ മൊമെന്റ് p ഈക്വൽ ടു 2aq. ഇതിന്റെ യൂണിറ്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചാർജിന്റെ യൂണിറ്റ് കുളമ്പാണ്, 2a മീറ്റർ. കൂളം മീറ്റർ ആണ് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് കേട്ടോ. ഇത് പ്രോബ്ലംസ് ചോദിച്ചാൽ അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ പറയുന്നത്. ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് കൂളം മീറ്റർ ആണ്. അപ്പൊ p ഈക്വൽ ടു 2aq ആണ്. ഇവിടെ 2a ഉണ്ട്, q ഉണ്ട്. 2a ഉണ്ട്, q ഉണ്ട്. നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? p എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ലേ? therefore pe sin theta torque equal to pe sin theta എന്ന് കിട്ടി. നമുക്കറിയാം ക്രോസ് പ്രൊഡക്റ്റിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? അല്ലെങ്കിൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എഴുതുക? ക്രോസ് പ്രൊഡക്റ്റ് ആണ് എഴുതുക. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എഴുതുക? ഡോട്ട് പ്രൊഡക്റ്റ് ആണ് എഴുതുക. മനസ്സിലാവുന്നുണ്ടോ? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ക്രോസ് പ്രൊഡക്റ്റ് ആണ്, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? സൈൻ തീറ്റയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ എഴുതുക? ക്രോസ് പ്രൊഡക്റ്റ് ആണ്. therefore tau equal to p cross e. torque equal to p cross e. fine. ഇതുവരെ മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ട് കണ്ടീഷൻസ് പഠിക്കണം. എപ്പോഴാണ് ടോർക്ക് മിനിമം ആവുക, എപ്പോഴാണ് ടോർക്ക് മാക്സിമം ആവുക എന്നുള്ള രണ്ട് കണ്ടീഷൻസ് പഠിക്കണം. സോ ആദ്യം നമുക്ക് മാക്സിമം ആവുന്ന കണ്ടീഷൻ അല്ലേ പഠിക്കേണ്ടത്? മാക്സിമം അറ്റ് 90 ഡിഗ്രി. മാക്സിമം എപ്പോഴാണ് ഏതിലായിരിക്കും ഉണ്ടാവുക? 90 ഡിഗ്രി. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ ഇക്വേഷൻ ഈ 1 എന്ന് പറഞ്ഞ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. ടോർക്ക് ഈക്വൽ ടു pe sin 90. pe sin 90. sin 90 എത്രയാണ്? sin 90 1 ആണ്. therefore equal to pe. ഇതാണ് നമ്മുടെ മാക്സിമം വാല്യൂ. ഇതിന് ഞാൻ 2 എന്ന ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. pe torque equal to pe sin 90 ആണ്. sin 90 1 ആയത് കാരണം pe എന്ന് പറയും. ഇതാണ് മാക്സിമം. മാക്സിമം അറ്റ് 90 ഡിഗ്രി. മിനിമം കൂടി കണ്ടുപിടിക്കാം. മിനിമം ടോർക്ക് എവിടെയാ മിനിമം ആവുക? ടോ ഈക്വൽ ടു pe sin theta അല്ലേ? തീറ്റയ്ക്ക് നമുക്ക് 0 ഇട്ട് കൊടുക്കാം. തീറ്റയ്ക്ക് 0 ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് മായ്ക്കേണ്ടത് മാക്സിമത്തിന് മായ്ക്കേണ്ടത്. മാക്സിമം 90 ഡിഗ്രി ആണെന്ന് അറിയാം. സോ മാക്സിമത്തിന് മായ്ക്കുകയാണ്. മിനിമം ടോ ഈക്വൽ ടു p sin theta ആണ്. തീറ്റയ്ക്ക് 0 കൊടുക്കാം. അപ്പൊ എന്ത് വരും? ടോർക്ക് ഈക്വൽ ടു p sin 0. sin 0 എത്രയാണ്? ട്രിഗ്നോമെട്രി ഒക്കെ പഠിക്കണം നിങ്ങൾക്ക്. sin 0 ഉം cos 0 ഒക്കെ അറിയണം. sin 0 0 ആണ്. therefore torque equal to pe into 0 equal to 0. 0 അല്ല ആൻസർ കിട്ടിയത്. അപ്പൊ മിനിമം അറ്റ് 0 ഡിഗ്രി. അപ്പൊ ആംഗിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാക്സിമം അറ്റ് 90 ഡിഗ്രി, ടോർക്ക് മിനിമം അറ്റ് 0 ഡിഗ്രി. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതും പരീക്ഷകളിൽ ചോദിക്കാം. അതുപോലെ തന്നെ ടോർക്ക് ഡിറൈവ് ചെയ്യാനും ചോദിക്കാം. p ക്രോസ് e ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടോർക്ക് ഈക്വൽ ടു p ക്രോസ് e അല്ലെങ്കിൽ pe sin theta. മിനിമം അറ്റ് 90, മിനിമം അറ്റ് 0 ഡിഗ്രി, മാക്സിമം അറ്റ് 90 ഡിഗ്രി. ഇതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ചെറിയ ക്വസ്റ്റൻ ആണ്, പക്ഷെ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അത്രയും ഇമ്പോർട്ടന്റ് ആയത് കാരണമാണ് നമ്മുടെ ഒരു പാർട്ട് വീഡിയോ ഈ ഒരു ക്വസ്റ്റിന് മാത്രമായി നമ്മൾ മാറ്റി വയ്ക്കാൻ കാരണം. അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.